മന്ത്രി സജി ചെറിയാനും വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഒരു MLA ആകുമ്പോഴും മന്ത്രിയാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭരണഘടന എടുത്തൊന്ന് വായിക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ 5ാം ക്ലാസ് തൊട്ട് തന്നെ ഭരണഘടനയെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രിയാമ്പിൾ, അവർക്ക് ഇപ്പം കുട്ടികൾക്ക് പ്രിയാമ്പിൾ അറിയാം. ആമുഖം എന്താണ്? ആമുഖം എന്ന് പറയുന്ന ഭരണഘടനയുടെ സോളാണ്, അല്ലേ, ആത്മാവാണ്. അതിനകത്ത് 2 വാക്കുകളുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് ഇവിടെ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഭാഷയാണെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് വീട്ടിൽ ആ ഭാഷ ഉപയോഗിക്കാം. പക്ഷേ അത് ഭരണഘടനയിൽ വരുമ്പോൾ അത് അൺപാർലമെന്ററി വേർഡാണ്. സെക്യുലറിസത്തിന് ഡെമോക്രാറ്റിക്കിനൊപ്പം ഉപയോഗിക്കേണ്ട വാക്കുകളല്ല കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സെക്യുലർ എല്ലാം ഉള്ളതാണ്, അല്ല. അപ്പോൾ അതിനെ തള്ളി പറയുന്നില്ല. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 സെക്ഷൻ 2, ആ സെക്ഷൻ 2 പറയുന്നത് വെച്ചാൽ നമ്മൾ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ആര് പറഞ്ഞാലും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. 3 പ്രോഹിബിറ്റഡ് ആക്റ്റാണ്. ഒന്ന്, എല്ലാവർക്കും ഒരു നമ്മുടെ ദേശീയ പതാകേനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, അത് ബേൺ ചെയ്യാൻ പാടില്ല, അത് കീറാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ 2003 ഒരു അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ മന്ത്രി സജി ചെറിയാനെ പോലത്തുള്ള ആളുകൾ പറഞ്ഞാലോ എന്ന് വെച്ചിട്ടായിരിക്കും 2003 തന്നെ ഒരു അമെൻഡ്മെൻറ്റ് വന്നത്. നമ്മുടെ ഭരണഘടനയെ വാക്കാലും പ്രവൃത്തിയാലും എങ്ങനെയാലും ഏതെങ്കിലും രീതി ഡിസ്റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ കഠിന തടവും പിഴയുമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുന്ന പോലെ പറഞ്ഞു. അത് ഭരണഘടനയ്ക്ക് ചേർന്നൊരു വാക്കല്ല. അദ്ദേഹം 2 പ്രാവശ്യം MLA ആയപ്പോഴും ഈ ഭരണഘടനയിൽ മുകളിൽ വെച്ച് പ്രതിജ്ഞ ചെയ്താണ് കയറിയിരിക്കുന്നത്. ആ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോഴും ആ സീരിയസ്നെസ് അറിയില്ല. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കറിയാം ഭരണഘടനയ്ക്കെതിരെ പറയാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ മന്ത്രി എന്ന് പറയുന്ന സജി ചെറിയാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അദ്ദേഹം MLA പോലും ആകാൻ യോഗ്യനല്ല. അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് വളരെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്.